ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ എടുക്കുകയാണ്. രാജാത്തോട്ടം എന്ന് പറയുന്ന ഒരു സ്ഥലത്തായിട്ടാണ് പോണത്. അപ്പോൾ അവിടെ എത്തിയിട്ടുള്ള വിശേഷങ്ങൾ കാണാം. ഒരുപാട് നാളുകൾക്ക് ശേഷം നമ്മളിപ്പോൾ ഒരു പൊന്മുടി ട്രിപ്പായിരുന്നു ആദ്യം പ്ലാൻ ചെയ്ത. പൊന്മുടി ഇന്നലെ രാത്രി കൂടെ ഓപ്പൺ ആയിരുന്നു. ഇന്നലെ രാത്രി മുടി അടച്ചു. ഇന്ന് ഞായറാഴ്ച, അപ്പം പൊന്മുടി അടച്ച്. അങ്ങനെ വേറെ ഒരു സ്ഥലം കണ്ടുപിടിച്ച് വേറെ സ്ഥലത്തേക്ക് നമ്മൾ ഈ യാത്ര തിരിക്കുകയാണ്. ഒരു 4-5 പേരുണ്ട്. നമ്മൾ പഴയ മൂന്നാർ ട്രിപ്പിലുള്ള മിക്ക പയ്യന്മാരുണ്ട്. അപ്പോൾ നമ്മുടെ വണ്ടി ഇതാ ഇവിടെ ഇരിപ്പുണ്ട്. ഒരു മഴ ഉള്ളതുകൊണ്ട് വണ്ടി നല്ലപോലെ ചെളിയായിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. നല്ല ചെളിയുണ്ട്. എന്നാലും മാക്സിമം കഴിവുകളെല്ലാം ഞാൻ കഴുകിയിട്ടുണ്ട്. എന്നാലും നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ നല്ലൊരു മഴ കിട്ടുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അപ്പം നിങ്ങളൊരു വ്യത്യാസം കണ്ടാണ് ഞാൻ വേറെ ഒരാൾക്ക് കൊടുത്ത്. അപ്പോൾ അതിന് പകരം പുതിയൊരു ഹെൽമെറ്റ് ഞാൻ എടുത്തായിരുന്നു. അപ്പോൾ ഇതാണ് ആക്സോറിൻ്റെ വീഡിയോയിൽ ചെന്ന് അവിടുത്തെ ഒരു വിശേഷം കണ്ടിട്ട് നമുക്ക് തിരിച്ചു വരാം. അപ്പോൾ നമ്മൾ തെന്മല എത്തി. തെന്മല ഡാമിൻ്റെ ഫ്രണ്ടിൽ ഇനി നമ്മൾ രാജാത്തോട്ടമാണ് പോകണം. അപ്പോൾ തെന്മല എത്തി. നമ്മളിതാ തെന്മലയിൽ ഡാമിൻ്റെ ഫ്രണ്ടിൽ മറ്റേ പാലത്തിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. വണ്ടികൾ പോകണ പാലത്തിൻ്റെ അവിടെയാണ് നിൽക്കുന്നത്. അതിന് നേരെ നമ്മളിനി അവിടെ പോയിട്ട് ചായ കുടിച്ചിട്ട് ബാക്കി. അപ്പോൾ നേരെ ഇനി ചായ കുടിച്ചിട്ട് നമ്മളെ 3 വണ്ടിയുണ്ട്. എൻ്റെ എക്സ്പ്രോൾസ് ഇതായിരിപ്പുണ്ട്. പിന്നെ നമ്മൾ V3 ഇരിപ്പുണ്ട്. എക്സ്പ്രോൾസ് കൂടെ ഇരിപ്പുണ്ട്. അതും കൂടെ കഴിഞ്ഞ് നമ്മൾ നേരെ ഇനി ചായ കുടിച്ചിട്ട് നേരെ ഒരു ഒറ്റ വിടലാണ് രാജാത്തോട്ടം. അവിടെ ചെന്നിട്ട് ബാക്കി കാണാം. അപ്പോൾ കുറച്ച് പേര് താഴെ നിന്ന് കയറി വന്നു. വണ്ടി അവിടെ എത്തിയപ്പോഴേ ഈ ഒരു കാറ് താഴെ പെട്ടില്ല. വണ്ടി കയറും. നല്ല ഇത് ഫുള്ള് കോൺക്രീറ്റ് ആണ്. പക്ഷേ എന്നാലും അവിടെ നിന്ന് കയറി വരെ ഇത്തിരി പാടായിരുന്നു. പിന്നെ ഒരു പിക്കപ്പ് ഉണ്ടായിരുന്നു. പിക്കപ്പ് ഈ കാറിൻ്റെ ബാക്കിലായിപ്പോയി. അങ്ങനെ ഈ വണ്ടി എടുത്തു. നമ്മളെ വണ്ടി 2 പേര് കയറി വന്നു. പിന്നെ V3 കയറി വന്നു. ഞാൻ വിചാരിച്ച് V3 വീഴുമെന്ന്. പക്ഷേ V3 വീണില്ല. അത് വൈകുന്നേരം വരുന്നുണ്ട്. ഇതാണ് നല്ലൊരു കയറ്റമുണ്ട് കേട്ടോ. നല്ല കയറ്റമുണ്ട്. അയ്യോ നൈസായിരുന്നു. ഓഫ് റോഡ് കിട്ടിയില്ലാന്ന് വിചാരിച്ചു. പക്ഷേ ഓഫ് റോഡ് കിട്ടി. നൈസ്. ഇനി മേളിൽ ചെന്നിട്ട് നോക്കാം. അങ്ങനെ നമ്മൾ രാജാത്തോട്ടം എത്തി. പക്ഷേ വണ്ടി വയ്ക്കാൻ സ്ഥലമില്ല. അവരെന്ത് ചെയ്യുമെന്ന് ആലോചിക്കുകയാണ്. എന്തായി നമ്മളിതാ ട്രക്കിംഗ് തുടങ്ങിയിരിക്കുന്നു. അപ്പോൾ ഇതാ ഇതിൻ്റെ ഇടയിൽ കൂടെയൊക്കെയാണ് നമ്മൾ പോകണം. നമ്മൾ വഴി തെളിച്ച് വേണം പോകാനായിട്ട്. ഓക്കെ, എൻ്റെ പക്കലൊക്കെ നമ്മൾ വണ്ടി താഴെ വെച്ചിട്ടുണ്ട്. അട്ടയൊക്കെ ഉണ്ട്. എല്ലാവരും നോക്കി കയറ്. തറയിൽ വീണ് ഇഴഞ്ഞാലും തറയെ പിടിക്കരുത്. ഞാനും കണ്ടോ.
ചേച്ചി എവിടെ എത്തി? ഓ, താഴെ നോക്കുമ്പോൾ സൈഡിൽ കത്തിക്കഴിഞ്ഞ പാറക്കുട്ടൻ. അപ്പം നമ്മൾ ഒരു സ്ഥലത്ത് അങ്ങനെ ഇരിക്കുകയാണ്. അതാണ് മല. ഇനി അവിടം വരെ കയറാനുണ്ട്. അപ്പോൾ ഇനി 2-3 പേര് താഴെ നിന്ന് കയറി വരുന്നുണ്ട്. അത് വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് വ്യൂ, താഴത്തെ വ്യൂ. രക്ഷയില്ല. അപ്പുറത്താണ് റോസ് മല. അങ്ങനെ നമ്മൾ വീണ്ടും ട്രക്കിങ് തുടങ്ങി. ആദ്യമായിട്ടാണ് എൻ്റെ അമ്മു, നമ്മൾ വിചാരിക്കുന്ന പോലെ അല്ല. ഇതിൻ്റെ പേരാണ് രാജത്തോട്ടം. ഓ, കണ്ട താഴെ മേളിൽ കയറും. താഴത്തെ വ്യൂ കാണിച്ചു തരാം. ഓ മൈ ഗോഡ്. പറകില്ലേ, ആ പറ അതുവഴിയൊക്കെ കറങ്ങി താഴെ കൂടെ ഇങ്ങനെ കറങ്ങി ഇവിടെ നിന്ന് മേളിൽ പോകണം. ഒരു അന്യായ പക്ഷേ കാറ്റടിക്കുമ്പോൾ സൗണ്ട് ഞാൻ പറയണത് കേൾക്കാൻ പോകുന്നത് എനിക്കറിയില്ല. അമ്മാതിരി കാറ്റാണ്. കൊറോണ കത്തി. നമ്മൾ നടന്നു പോകണം. കുറച്ചും കൂടെ ഉള്ളൂ. പക്ഷേ നമ്മൾ ടാസ്ക് കംപ്ലീറ്റ് ചെയ്യും. നമ്മൾ വിചാരിച്ച പോലെയല്ലേ. നമ്മൾ റോസ് മലയായിരുന്നു ആദ്യം പ്ലാൻ ചെയ്യാതിരുന്നത്. പക്ഷേ റോസ് മല ഇനിയും പോവാം. രാജാത്തോട്ടം എന്ന് പറയുന്ന സ്ഥലം കെട്ടിലാണ് എന്നും പറഞ്ഞാണ് നമ്മൾ വിളിച്ചുകൊണ്ട് വന്നത്. പക്ഷേ ഇത്രയും ട്രക്കിങ് ആയിരിക്കുമെന്ന് ഒരിക്കലും വിചാരിച്ചില്ല. അമ്മാതിരി ഫീൽ തന്നെ കേട്ടോ. പൊന്മുടി പോകാൻ ഇറങ്ങിയാൽ നമ്മളെ പൊന്മുടി ക്ലോസ് ചെയ്തു. അങ്ങനെ നമ്മളതാ രാജാത്തോട്ടം എത്തി. വെള്ളം കാണുന്ന സ്ഥലം തന്നെയാണ് രാജാത്തോട്ടം. അവിടെ എത്തിയിട്ട് കാണാം. സോ ഗൈസ്, അങ്ങനെ നമ്മളിതാ രാജാത്തോട്ടത്തിൽ എത്തിയിട്ടുണ്ട്. നിങ്ങൾ വിചാരിക്കും രാജാത്തോട്ടം എന്ന് പറയുമ്പോൾ ഒരു തോട്ടമായിരിക്കുന്നു. പക്ഷേ തോട്ടമല്ല, ഇതൊരു മലയാണ്. മലയുടെ മേളിലൊരു കുരിശുണ്ട്. അപ്പം എന്താ പറയുക, ഒരു കിട്ടില്ല സ്ഥലം തന്നെയാണ്. അധികം ആരും ഇവിടെ വന്നിട്ടില്ല. പിന്നെ അറിഞ്ഞു വരുന്നവരാണ് ഏറ്റവും കൂടുതലും. അങ്ങനെ ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് അല്ല, എന്നാലും ആൾക്കാർ വരുന്നുണ്ട്. കൂടുതലും പയ്യന്മാരാണ് വരുന്നത്. അങ്ങനെ ഒരു നല്ലൊരു എന്താ പറയുക, നല്ലൊരു ഫീൽ തന്നെയാണ് അവിടെ നിന്ന് കാണുന്നത്. 4 സൈഡും മല. ഞാൻ നിൽക്കുന്ന ബാക്കിൽ തന്നെയാണ് തമിഴ്നാട്, ഈ കാണുന്നത് കേരളം. തമിഴ്നാട് അതിൻ്റെ ബാക്കിലാണ്. എന്താ പറയുക, ഒരു എപ്പോഴും ഏറ്റവും ടോപ്പിൽ നിന്ന് കഴിഞ്ഞാൽ ഏത് സമയവും കാറ്റ് വീശുന്നതാണ്. പിന്നെ ഇടയ്ക്ക് ഒരു ചെറിയൊരു മഴ വന്നായിരുന്നു. മഴ അപ്പോൾ തന്നെ പോയി, എന്താണെന്ന് അറിയത്തില്ല, നമ്മൾ വന്നുകൊണ്ടായിരിക്കും. ചെറിയൊരു ഫോഗ് വന്നിട്ട് അങ്ങ് പോയി കളഞ്ഞ്. പക്ഷേ നമ്മൾ നിന്നതിൻ്റെ ഓപ്പോസിറ്റ് റോസ് മലയിൽ നല്ല
മഞ്ഞുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ രാജാത്തോട്ടത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ താഴെ എത്തി. നമ്മൾ വണ്ടി കൊണ്ട് ഒരു റിവർ ക്രോസ് കഴിഞ്ഞായിരുന്നു. വലിയ മഴ വരണമെങ്കിൽ മാത്രമേ ഉള്ളൂ വലിയ റിവർ, പക്ഷേ ഇത് ചെറിയൊരു റിവർ. എല്ലാവരും ഇറക്കി കൈയും കല്ലും മുഖമൊക്കെ കഴുകി. ഇല്ല സോ ഗൈസ്, പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അങ്ങനെ നമ്മളിതാ തിരിച്ച് വീട്ടിലെത്തി. ഞാൻ ഇപ്പോൾ എൻ്റെ സ്വന്തം കട്ടക്കാല് തന്നെയാണ് നമ്മളെ വണ്ടിയിലായിക്കൊണ്ട്. അപ്പം അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.